ഒരു നാടിൻ്റെ മുഴുവൻ നൊമ്പരമായി മാറി 3.5 വയസ്സുകാരി കല്യാണി എന്ന പെൺകുട്ടി. അത് അതിദാരുണമായ വിധം അത് കൊല്ലപ്പെട്ടു. ആ കുഞ്ഞിൻ്റെ പാറിപ്പറന്ന് നടന്ന ഒരു കുഞ്ഞ്, അതിനെ കൊലപ്പെടുത്തിയത് മറ്റാരുമല്ല, അതിന് ജന്മം നൽകിയ സ്ത്രീ തന്നെയാണ്. ആ സ്ത്രീയെ അമ്മയെന്ന് വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഒരിക്കലും ഒരമ്മയും ചെയ്യാത്ത ഒരു പ്രവൃത്തിയാണ് സിന്ധു എന്ന് പറയുന്ന ആ സ്ത്രീയിൽ നിന്നും ഉണ്ടായത്. ഈ കുഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്ന അംഗൻവാടിയിൽ നിന്നും അതിനെ പോയി ഈ സ്ത്രീ വിളിച്ചുകൊണ്ട് വരികയാണ്. വൈകുന്നേരം ഒരു 3:30 മണിയോടുകൂടി വിളിച്ചുകൊണ്ട് വരികയാണ്. ഈ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അത് മാത്രമല്ല, ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്, ആ സ്ത്രീയുടെ വീട്ടുകാർ പറയുന്ന വെർഷൻ, അതായത് ഇതിന് മാനസികമായിട്ടുള്ള ചെറിയ അതായത് വളർച്ചക്കുറവുണ്ട്, അത്രയേ ഉള്ളൂ. മാനസിക വളർച്ചക്കുറവാണ് എന്നുള്ളതാണ്. അതിന് ഭ്രാന്തുണ്ടെന്നുള്ളത് അവർക്കൊരു കേസില്ല, മാനസിക രോഗമുണ്ടെന്നും ഉള്ളൊരു കേസില്ല. IQ കുറച്ച് കുറവാണ് എന്നുള്ളതാണ് ഉദ്ദേശമെന്ന് മനസ്സിലായി. കാരണം സൈക്കോളജിസ്റ്റ് ഒരു ദിവസം ഒരിക്കൽ അവരെ പരിശോധിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ വീട്ടുകാരോട്, ഭർത്താവ് എന്ന് പറയുന്നത് സുഭാഷാണ്. ആ വീട്ടിൽ 3 ആണുങ്ങളാണ്. സുഭാഷും 2 സഹോദരന്മാരും ഉണ്ട്, അമ്മയും അച്ഛനും ഉണ്ട്. അച്ഛൻ ഒരു ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ICUവിൽ കിടക്കുകയാണ്. അപ്പോൾ സുഭാഷിൻ്റെ അമ്മയുണ്ട്, സുഭാഷിന് 2 സഹോദരന്മാരും ഉണ്ട്. ഈ സഹോദരന്മാർക്ക് ഈ കല്യാണി വളരെ ഇഷ്ടമാണ്. ഈ കല്യാണിയെ കൂടാതെ അതിൻ്റെ മൂത്ത ഒരു ആൺകുട്ടിയുണ്ട് കേട്ടോ. അവന് 10 വയസ്സ് പ്രായമുണ്ട് ആ കുഞ്ഞിന്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഒരിക്കൽ ഈ സ്ത്രീ കൊല്ലപ്പെടുത്താൻ ആദ്യം 2 പ്രാവശ്യം കൊലപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. ആദ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊടുക്കാൻ ശ്രമിച്ചു. അത് പിടികൂടി. ഏതായാലും കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു. അതുകൂടാതെ ഈ കുഞ്ഞുങ്ങളെ ടോർച്ച് വെച്ച് അടിച്ചു തലയിൽ. അതിലടിച്ച് അത് ഒഴിഞ്ഞു മാറിയെങ്കിലും ആ മൂത്ത കുഞ്ഞിൻ്റെ കഴുത്തിന് മുറിവ് പറ്റിയിട്ടുണ്ട്, പരിക്ക് പറ്റി. അതിനുശേഷം ഈ അമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീയെ ആ വീട്ടിലേക്ക് വരണ്ട എന്നുള്ള രീതിയിലാണ് അതിൻ്റെ വീട്ടുകാർ അങ്ങ് വിളിച്ചുകൊണ്ട് പോയി. അവളവിടെ താമസിച്ചുകൊണ്ടിരുന്ന അവളുടെ അവസാനം കാല് പിടിച്ചു. ഞാൻ ഇനി എല്ലാം മാറി, ഞാൻ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞു, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ ഇനി മേലാൽ അവിടെ നന്നായിട്ട് നിന്നോളാം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നു. ഈ സുഭാഷാണ് ആ വീട്ടിലെ ആണുങ്ങളിൽ മൂത്ത ആൾ, ഈ മക്കളിൽ മൂത്ത ആൾ. അപ്പോൾ ഈ സുഭാഷിൻ്റെ വീട്ടുകാരും സുഭാഷിൻ്റെ അനുജന്മാരുമായിട്ടൊക്കെ ഈ കുഞ്ഞുങ്ങൾ ഇടപെടുന്നത് ഈ സ്ത്രീക്ക് ഇഷ്ടമല്ല. സുഭാഷ് പോലും ഇടപെടുന്നത് ഇഷ്ടമല്ല. അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു ജീവിതം ആ സ്ത്രീക്ക് വേണം. അപ്പോൾ അതിനുവേണ്ടി വേറെ വീട് വെച്ചാണ് സുഭാഷ് അടുത്ത് തന്നെ വീട് വെച്ച് വേറെ താമസമാക്കി. മറ്റേ അനിയന്മാരൊക്കെ ഈ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലും താമസിക്കുന്നു. ഈ അനിയന്മാർക്ക് ഈ കുഞ്ഞെന്ന് പറഞ്ഞ ജീവനാണ്, കാരണം അവിടെ പെൺകുഞ്ഞുങ്ങളില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും അവരുടെ അഭികാരം. അവർ ഈ കുഞ്ഞിന് ജീവനാണ്. അപ്പോൾ ഈ സ്ത്രീ മെനഞ്ഞാന്ന് പോയിട്ട് അവിടെ പോയി ഈ സിന്ധു പോയി അംഗൻവാടിയിൽ നിന്ന് ഉച്ച കഴിഞ്ഞ സമയത്ത് വൈകുന്നേരം ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് പോയി വിളിച്ചു. അപ്പോൾ നോക്കി ചെന്നപ്പോൾ ഈ കുഞ്ഞെന്തെന്നറിയോ, അവിടെ ആരുടെയോ ബർത്ത്ഡേ ഉണ്ടായിരുന്നുകൊണ്ട് ലഡ്ഡു ഉണ്ടായിരുന്നു. അത് കൂടാതെ അവിടെ ഈ ഉപ്പുമാവ് ഉണ്ടായിരുന്നു. ഇത് കുഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീ അവിടെ നിന്നു സമാനമായിട്ട് അത് കഴിച്ചു തീരുന്നവരെ. അത് മുഴുവൻ കഴിച്ചപ്പോൾ ഈ സ്ത്രീ തന്നെ കൊണ്ടുപോയി അതിൻ്റെ വായൊക്കെ കഴുകി അതിനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നെ ആളുകൾ പിന്നെ ഈ കുഞ്ഞിനെ അവസാനം ഈ ഒറ്റയ്ക്ക് ഈ സ്ത്രീ അവരുടെ കുറുമാശ്ശേരിയിലുള്ള അവരുടെ വീട്ടിൽ ചെന്ന് കയറി വൈകുന്നേരം. അപ്പോഴത്തേക്ക് സുഭാഷ് ആ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. കാരണം കുഞ്ഞ് ഇതുവരെ ഇഞ്ഞ് വന്നില്ല. കുഞ്ഞിനെ ഈ സിന്ധു വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്നുള്ളത് അറിയാം അവിടുന്ന്. പക്ഷേ കുഞ്ഞ് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയും വന്നില്ല. അന്നേരം ഇവർ നോക്കിയപ്പോൾ ഒറ്റയ്ക്ക് വന്ന് കയറുന്ന കണ്ടപ്പോൾ ഇവർ ചോദിച്ചു കുഞ്ഞെന്തെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ, കുഞ്ഞിനെ ബസ്സിൽ വെച്ച് നഷ്ടപ്പെട്ടെന്ന് ഒരു കാര്യം ആലുവയിൽ. പിന്നെ വേറെ ഒന്നും പറയാതെ അനങ്ങാതിരിക്കുക. പക്ഷേ അവർക്ക് വീട്ടുകാർക്ക് സംശയമായത് എന്താണെന്ന്. അപ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള പരാതി പോലീസിലേക്ക് കൊടുത്തു. അപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ പോലീസ് അന്വേഷണമായി. പോലീസ് വന്നു ചോദിച്ചു. ഈ സ്ത്രീയെടുത്ത് ചോദിച്ചപ്പോൾ
പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന പോലെ അവർക്ക് തോന്നി പോലീസുകാർക്ക്. ബസ്സിൽ വെച്ച് കാണാതെ പോയി എന്നൊക്കെ പറഞ്ഞു. അവസാനം പിന്നെ എന്തായാലും ശരി, ചെങ്ങമനാട് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് പറഞ്ഞു, ഞാൻ മൂഴിക്കൽ ഇവിടെ പാലത്തിൽ നിന്ന് കുഞ്ഞിനെ വെള്ളത്തിലേക്ക് എറിഞ്ഞെന്ന് പറഞ്ഞു, ചാലക്കുടി പുഴയിലേക്ക്. ആദ്യം അത് പോലീസ് വിശ്വസിച്ചില്ല, കാരണം ഇത് ചുമ്മാ ആയിരിക്കും പറയുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ആ സ്ഥലം, എക്സാക്റ്റ് ആയിട്ടുള്ള സ്ഥലം ഈ സ്ത്രീ കാട്ടിക്കൊടുത്തു. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, ഈ കുഞ്ഞുമായിട്ട് ആലുവ ക്ഷേത്രത്തിൽ വന്ന് അതിൻ്റെ ഒരു ആൽത്തറയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് കണ്ടു. അങ്ങനെ ആരും അവിടെ വന്നിരിക്കാറില്ല, വൈകുന്നേരമാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ആരും വന്നിരിക്കാറില്ല. നമുക്ക് കുറേ തമിഴന്മാരൊക്കെ അപ്പുറത്തുള്ളതുകൊണ്ട് ഇവിടെ ആരും സ്ത്രീകൾ പ്രത്യേകിച്ചും പോയി ഇരിക്കാറില്ല. അങ്ങനെ ഇവരെ അടുത്ത് കണ്ട ആളുകൾ, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കണ്ടു, എന്താ അവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ അമ്പലത്തിൻ്റെ ആ സൈഡിലോട്ട് വന്നു. എന്നാൽ അമ്പലത്തിൻ്റെ കയറിയില്ല, അവർ തൊഴുവാൻ വന്നൊന്നുമല്ല. അപ്പോൾ അത് ചോദിച്ചു, എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് വേറെ ചോദിച്ചപ്പോൾ പറഞ്ഞു, വെറുതെ ഇരിക്കുക. എന്നിട്ട് ഈ കുഞ്ഞിനെയും വിളിച്ചുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് നടന്നു. അങ്ങോട്ട് ഒരു ബാഗ് ഉണ്ടായിരുന്നു, ഏത് എടുത്തുകൊണ്ടങ്ങ് നടന്നു. അത് കുട്ടിയുടെ ബാഗായിരിക്കും. നടന്നു കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു സംശയം തോന്നി. അയാൾ കുറേ പോയി. ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്നത് നിർത്തി, അതിൽ കയറി അങ്ങ് പോയി. പിന്നെ സംഭവിച്ചത് എന്താ പറയുക, പറവൂർ കവലയിൽ ചെന്നിറങ്ങിയിട്ട് അവിടുന്ന് ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയാണ് ഈ പാലത്തിൽ വന്നിറങ്ങിയത്. അവിടെ വന്നിറങ്ങി നേരെ പാലത്തിലോട്ട് പോയി ഈ കുഞ്ഞിനെ എടുത്ത് വെള്ളത്തിൽ നിർത്തി. കേട്ടോ, കഷ്ടം. ആ കുഞ്ഞ് ആ വെള്ളത്തിൽ വീഴുമ്പോഴും വിളിച്ചത് അമ്മയെന്നായിരിക്കത്തില്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കോളൂ. ആ അത്രത്തോളം മനസാക്ഷി ഇല്ലാതെ ചെയ്തതല്ലേ. ഉടനെ ഇത് കഴിഞ്ഞിട്ട് അനങ്ങാതെ അങ്ങ് പോയി. ഒരു ഓട്ടോറിക്ഷ കയറി നേരെ അവരെ വീട്ടിലോട്ട് പോയി. അന്നേരം അവിടെ ചെന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ബാക്കി ഇതൊക്കെ ഉണ്ടാകുന്നത്. ഏതായാലും സ്കൂബ ഡൈവിങ് ടീം വന്ന് അവിടെ മുഴുവൻ പരിശോധിച്ചപ്പോൾ ഒരു അതിൻ്റെ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ അടുത്ത് ആ അതിൻ്റെ പടലകളിൽ ഇങ്ങനെ തടഞ്ഞ് ആ കുഞ്ഞു മണ്ണിൽ ഇങ്ങനെ കിടക്കുന്നു. ആ പിഞ്ച് മൃതശരീരം അത് അവർ വാരിയെടുത്ത് രാത്രി 2:30 അവർ വാരിയെടുത്ത് കൊണ്ടുവന്നു. ആശുപത്രിയിലെ മോർച്ചറിയിലായി. പിന്നെ അതിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇന്നലെ ഒരു 3:45 മണിയോടുകൂടിയാണ് അതിൻ്റെ വീട്ടിൽ, ഈ സുഭാഷിൻ്റെ കുടുംബ വീട്ടിലെത്തിക്കുന്നത്. എന്തുമാത്രം വലിയൊരു ഒരു സഞ്ചയം അവിടെ നമ്മൾ കണ്ടു. അത്രത്തോളം ആളുകളാണ്. എല്ലാവരും കരയാത്ത ഒരു മനുഷ്യരും അവിടെ ഇല്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് അറിയാം. ഇതുപോലെ ചില സ്ത്രീകളുണ്ട്. ഇവരെ ഒരു ധാരണയെന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയോ, ഈ സ്ത്രീക്ക് യാതൊരു ലെവലേശവും കുറ്റബോധമില്ല. അവർ അനങ്ങായിരുന്നിട്ട് ആ ഒരു അവസാനം ചോദ്യം ചെയ്ത് പറഞ്ഞെന്താണെന്നറിയോ, ഇതിൻ്റെ കാരണം ഈ ഭർത്തൃ വീട്ടുകാർ ഈ കുഞ്ഞിനെ ലാളിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല, ഇനി അവർ വിഷമിക്കുന്നത് കാണണം എന്നാണ്. ഈ സ്ത്രീക്ക് ഉള്ള ഈ വൈരാഗ്യത്തിന് ഈ പിഞ്ചു കുഞ്ഞ് എന്തറിഞ്ഞെന്നൊന്ന് ആലോചിച്ച് നോക്കുള്ളൂ. അവരെന്തെങ്കിലും പ്രശ്നം ആ വീട്ടിലുണ്ടെങ്കിൽ അതിന് ഈ കുഞ്ഞെന്ത് ഉത്തരവാദിത്വം ചെയ്യുന്നത്, ഈ കുഞ്ഞെന്ത് ചെയ്തു, അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ പോരെ. ഇതേപോലെ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഒരിക്കൽ ഞാൻ കണ്ടതാണ്. കാമുകന് വേണ്ടി ഒരു കുഞ്ഞിനെ എടുത്ത് പാറയിലടിച്ചു കൊന്നു. കേട്ടോ, കടൽക്കരയിലാണ് അത് കണ്ടു. അത് അമ്മയാണ്. വർക്കലയിൽ ഒരു കുഞ്ഞിനെ ചവിട്ടി കൊന്നു. ഇതേപോലെ കൊന്നു കഴിഞ്ഞപ്പോഴും അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട, ഈ സമയത്തെല്ലാം ആ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ വിളിക്കുന്നത്, മരണവിപ്രാളത്തിൽ വിളിക്കുന്നത് അമ്മയെന്നല്ലേ നോക്കുമ്പോൾ വിളിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ലാത്ത ഒരു സ്ത്രീ ജന്മം എന്ന് പറയുന്നത് പാഴാണ്. ചിലപ്പോൾ വിചാരിക്കും ഇത് ഇവർക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്ന് സ്ഥാപിക്കാൻ പറ്റും. അങ്ങനെ സ്ഥാപിച്ചാൽ ഇതങ്ങ് വെറുതെ പോകുന്നു. വെറുതെയാണ്. ലീഗൽ ഇൻസാനിറ്റി, മെഡിക്കൽ ഇൻസാനിറ്റി എന്ന് പറയുന്നത് രണ്ടാണ്. ഈ കൃത്യം ചെയ്യുന്ന സമയത്ത് ഈ സ്ത്രീക്ക് അത് ഈ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് അറിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഭർത്തൃ വീട്ടുകാരെ വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞു മരിക്കും, കൊല്ലപ്പെടും. അത് കൊല്ലപ്പെടുമ്പോൾ അവർ കരയും. ഇവർക്ക് അത് കാണണം. ഇതാണ് വേണ്ടത്. അതിനൊന്നും രക്ഷയൊന്നുമില്ല. അത് ഇൻസാനിറ്റിയുടെ വകുപ്പിൽ വരുത്തില്ല.
ഈ മെഡിക്കൽ ഇൻസാനിറ്റിയും ലീഗൽ ഇൻസാനിറ്റിയും രണ്ടും രണ്ടാണ്. അതൊന്ന് തിരിച്ചറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഒരുപാട് പേരും ഇങ്ങനെയുള്ള കൃത്യം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ചുരുക്കം ചില അമ്മമാരെങ്കിലും, അമ്മമാരെന്ന് ഒരിക്കലും അവരെ പറയാൻ പറ്റത്തില്ല, നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നമ്മളൊക്കെ തിരിച്ചറിയണം, ശ്രദ്ധിക്കണം.